നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മെഷീൻ ഗൺ ഫയർസ് 360 bullets per minute, each of mass 20 gram with speed 400 meter per second. Find the magnitude of average force exerted on the bullet. സോ ബുള്ളറ്റിന്റെ മേലെയുള്ള ആവറേജ് ഫോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഗണ്ണിന്റെ പ്രോബ്ലത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗണ്ണ് മെക്കാനിസം എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. സോ നമ്മളിവിടെ ഒരു ട്രിഗർ പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രിഗർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണമായിട്ട് ഈ ഗണ്ണിന്റെ ഈ ബുള്ളറ്റിന്റെ ഇടയിലായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണമായിട്ട് ഈ ഭാഗത്ത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന കാരണമായിട്ട് ഈ ബുള്ളറ്റ് ആദ്യം റെസ്റ്റിലായിരിക്കും, പിന്നെ അത് സ്പീഡ് ഗെയിൻ ചെയ്ത് ബാരലിന്റെ പുറത്തേക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, അത് കാരണമായിട്ട് ബുള്ളറ്റ് ഗെയിൻസ് സ്പീഡ് ടിൽ ഇറ്റ് എക്സിറ്റ്സ് ഗൺ. എക്സിറ്റ് ചെയ്യുന്നത് വരെ സ്പീഡ് ഗെയിൻ ചെയ്യും. ആദ്യം സ്പീഡ് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന കാരണമായിട്ട് ബുള്ളറ്റ് പുറത്തേക്ക് തള്ളപ്പെടും. അവസാനം ഇതിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ സ്പീഡ് v ആണെന്ന് വിചാരിക്കാം. ഇതിന് ശേഷം ഗണ്ണ് ബുള്ളറ്റിന്റെ മേലെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഈ ഗ്യാസ് ഈ ബാരലിന്റെ അവിടെയുള്ളത്, ഗണ്ണിന്റെ ഉള്ളിലുള്ളത്. സോ ഇത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റിന്റെ മേലെ ഗണ്ണിന് ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. എഫ് ആവറേജ് ഈസ് ഈക്വൽ ടു എം വെക്ടർ എ ആവറേജ്. സോ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എം ഇൻറ്റു വെക്ടർ വി മൈനസ് വെക്ടർ യു ബൈ ഡെൽറ്റ ടി. ഇവിടെ വെക്ടർ എഫ് ആവറേജ് എൻ ബുള്ളറ്റ്സ് ഓൺ എൻ ബുള്ളറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് മാറ്റി എഴുതാം? എൻ മൾട്ടിപ്ലൈ ബൈ ആ ഇക്വേഷൻ. മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ എൻ എം ബൈ ഡെൽറ്റ ടി. ഇവിടെ വെക്ടർ വി മൈനസ് വെക്ടർ യു. വെക്ടർ യു എത്രയുള്ളത്? 0. അതിന്റെ 0 ആണ് വാല്യൂ. അതുകൊണ്ട് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ വി എന്ന് പറഞ്ഞാൽ നമ്മൾ വി ആക്കി എടുക്കണം. സോ എൻ എം വി ബൈ ഡെൽറ്റ ടി എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതേ ഇക്വേഷനാണ് നമ്മൾ പൊല്യൂഷനിലും പഠിച്ചത് അല്ലേ? അതിൽ എൻ എം വി ബൈ ടി ഇൻറ്റു 1 പ്ലസ് സ്ക്വയർ കോസ് തീറ്റ 1 മൈനസ് കെ സൈൻ തീറ്റ എന്നുള്ള കാര്യമുണ്ട്. ഇവിടെ എൻ എം വി ബൈ ടി അതിൽ നിന്നിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൻ എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്ക് എൻ തന്നിരിക്കുന്നത് 360 ആണ്. മാസ് തന്നിരിക്കുന്നത് 20 ഗ്രാം ആണ്. സോ അത് കിലോഗ്രാമിലേക്ക് മാറ്റി. സ്പീഡ് 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം എത്രയാണ്? 360 ബുള്ളറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് 360 ബുള്ളറ്റ് ആണ്. സോ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാം? 60 സെക്കൻഡ് എന്ന് പറയാം. സോ ഇവിടെ 60 ബൈ 360 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 ബൈ 6 എന്ന് പറഞ്ഞാൽ 6 ആയി. 0 കട്ട് ചെയ്ത് പോയി. സോ ബാക്കിയുള്ളത് 6 ആണുള്ളത്. 6 ഇൻറ്റു 4 24 ആവും. 24 ഇൻറ്റു 10 പവർ 2 ആയി. സോ 24 ഇൻറ്റു 2 48 ന്യൂട്ടൺ ആണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇതാണ് ആവറേജ് ഫോഴ്സ് ഓൺ എൻ ബുള്ളറ്റ്സ്. ഇക്വേഷൻ എൻ എം വി ബൈ ടി എന്ന സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എപ്പോഴും നമ്മളോട് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബുള്ളറ്റ് ചോദിക്കണമെന്നില്ല. ചില സമയത്ത് നമ്മളോട് എന്ത് ചോദിക്കും? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബുള്ളറ്റ് ഓൺ ദ ഗൺ ചോദിക്കും. അതും ഇതേ വാല്യൂ ആണ് വരിക. എൻ എം വി ബൈ ടി എന്നാണ് വരിക. കാരണം എന്താണ്? ന്യൂട്ടൺസ് തേർഡിലോ ഗണ്ണ് ബുള്ളറ്റിന്റെ മേലെ എത്ര ഫോഴ്സ് ആണോ കൊടുക്കുന്നത് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ബുള്ളറ്റ് ഗണ്ണിന്റെ മേലെ കൊടുക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ നല്ല മുറുകെ പിടിക്കാൻ വേണ്ടി പറയുന്നത്. കാരണം ഈ ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റിന് മേലെ ഗണ്ണ് ഫോഴ്സ് കൊടുക്കുകയാണ്. ബുള്ളറ്റ് ഗണ്ണിന്റെ മേലെ ഫോഴ്സ് കൊടുക്കുന്നതാണ്. അത് കാരണമായിട്ട് ഈ ഗണ്ണ് ബാക്കോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൂസായിട്ട് പിടിക്കുകയാണെങ്കിൽ ഫയർ ചെയ്യുന്ന സമയത്ത് ഈ ഗണ്ണിന്റെ ബാരൽ എങ്ങോട്ടെങ്കിലും ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് നമ്മൾ തെറ്റിപ്പോകും. അപ്പോൾ വേറെ ആരെങ്കിലും മേത്ത് കൊണ്ട് അവർ മരിച്ചു. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താകും? നല്ല മുറുകെ പിടിക്കണം എന്ന് പറയും. ഗൺ ബുള്ളറ്റ് പെയറുണ്ട്. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗണ്ണ് ഹാൻഡ് പെയറുണ്ട്. സോ നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാൻ ടു ഹോൾഡ് ദ ഗൺ ഇൻ പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് എൻ എം വി ബൈ ടി എന്നാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഗണ്ണ് പിന്നോട്ട് പോകുമ്പോൾ അത് പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഒരു മനുഷ്യനാണ്. അപ്പോൾ ഗണ്ണ് അവിടെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗണ്ണ് ഹാൻഡിൻ്റെ മേലെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതേ ഫോഴ്സ് ഹാൻഡ് ഗണ്ണിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അവിടെ തന്നെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ രണ്ട് പെയർ, ഗൺ ബുള്ളറ്റ് പെയർ, ഗൺ ഹാൻഡ് പെയർ. സോ അവരെങ്ങനെ ചോദിക്കും?
ബുള്ളറ്റിൻ്റെ മേലെ എത്ര ഫോഴ്സാണ് കൊടുത്തത് ചോദിക്കും, അല്ലെങ്കിൽ ഗണ്ണിൻ്റെ മേലെ എത്ര ഫോഴ്സാണ് കൊടുത്തത് ചോദിക്കും, അല്ലെങ്കിൽ മനുഷ്യന് എത്ര ഫോഴ്സാണ് ഈ ഗണ്ണിൻ്റെ മേലെ കൊടുത്തത്, ആ ഗണ്ണ് കറക്റ്റ് ആ പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കും. ആ 3 ചോദ്യം ചോദിച്ചാലും ഇക്വേഷൻ വരാൻ പോകുന്നത് NMP/T. 1998 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. The force on the bullet is given by F equals 600 minus 2 into 10 power 5 T, where F is in Newton and T in seconds. The force on the bullet becomes zero. The force on the bullet becomes zero as soon as it leaves the barrel. So, നമുക്ക് അറിയുന്ന കാര്യം അല്ലേ. So, what is the average impulse imparted to the bullet? Average impulse എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് അല്ലേ. സോ ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം നമുക്ക് കാണണം. നമുക്ക് തന്നത് ആരൊക്കെയാണ്? ഫോഴ്സ് ടൈം റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് ടൈം റിലേഷൻ, ഫോഴ്സും ടൈമും മൊമെന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. F ഈക്വൽസ് dp/dt. സോ അതിൽ നിന്ന് നമുക്ക് dp എന്ന് പറയുന്നത് f/dt എന്ന് പറയാൻ പറ്റും. അതായത് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ dp എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ f/dt എന്നാവും. അതായത് ഡെൽറ്റ p എന്ന് പറയുന്നത് ആരാവും? ഇന്റഗ്രൽ f/dt. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടി? ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. അതായത് നമുക്ക് ഇമ്പൾസ് കിട്ടും. സോ നമുക്കത് ചെയ്ത് നോക്കാം. സോ ഈ ഡെൽറ്റ p ഈക്വൽസ് ഇന്റഗ്രൽ f/dt അല്ലേ. സോ ഇന്റഗ്രൽ 600 മൈനസ് 2 ഇൻറ്റു 10 പവർ 5 t മൾട്ടിപ്ലൈഡ് ബൈ dt. സോ ഇത് എത്ര സമയം വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? സോ ആ സമയം നമുക്ക് അറിയില്ല അല്ലേ. ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ വേറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. ഇത് സമയം കണ്ടെത്താൻ തന്നിട്ടുണ്ട്. വേറെ നമ്മൾ ഉപയോഗിക്കാത്ത കണ്ടീഷൻ ഏതാ ഉള്ളത്? The force on the bullet becomes zero. സോ നമുക്ക് ഈ സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇനി ബാക്കി നമ്മൾ ചെയ്യേണ്ടത്. ബാരലിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന സമയത്ത്, ബാരൽ എന്ന് പറഞ്ഞാൽ ഗണ്ണിലുണ്ടാവുന്ന ആ ഭാഗം, ഈ ഭാഗമാണ് ബാരൽ എന്ന് പറയുന്നത്. സോ ബാരലിനെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ പാടത്തിന് എന്ത് പറയുന്നത്? ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് ബിക്കം സീറോ എന്ന് പറയുന്നുണ്ട്. സോ ഈ ബുള്ളറ്റ് ഇവിടെ നിന്നും ഇവിടെ എത്തുന്ന വരെയാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഫോഴ്സ് ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? ഈ ടൈം ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ടൈം ഉള്ളതെന്ന് പറയാം. നമുക്ക് ഈ ടൈം ഉണ്ടല്ലോ ഇവിടെ വരുന്ന ഏത് ടൈം ഇന്റർവെല്ലാണ് ഈ മൊമെന്റം ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്? ഈ ടൈം ഇന്റർവെല്ലാണ് അല്ലേ. ആദ്യം മൊമെന്റം സീറോ ആണ്. ആദ്യം ബുള്ളറ്റ് റെസ്റ്റിലായതുകൊണ്ട് മൊമെന്റം സീറോ ആണ്. മൊമെന്റം കൂടി ഈ ബുള്ളറ്റിൽ ഈ ഗണ്ണിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നവരെ മൊമെന്റം കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ടൈം ഇന്റർവെൽ കാണണം. സോ ആ ടൈം ഇന്റർവെൽ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കണ്ടീഷൻ തന്നത്, ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് ബിക്കം സീറോ. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഞാൻ മാറ്റിയതാണ്. F ഈസ് ഈക്വൽ ടു 600 മൈനസ് 2 ഇൻറ്റു 10 പവർ 5 t. സോ അത് സീറോക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 600 മൈനസ് 2 ഇൻറ്റു 10 പവർ 5 t. എന്താ സീറോക്ക് വരുന്നത്? ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് ബിക്കം സീറോ ആസ് സൂൺ ആസ് ഇറ്റ് ലീവ്സ് ദ ബാരൽ. ബാരൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആയി എന്നാ പറഞ്ഞത്. ഫോഴ്സ് സീറോ ആവുമ്പോൾ ഉള്ള ടൈം നമ്മൾ കണ്ടെത്തിയാൽ മതി. സിമ്പിൾ അല്ലേ? കാരണം ഗണ്ണിൽ നിന്നും ബുള്ളറ്റ് എക്സിറ്റ് ചെയ്താൽ ഫോഴ്സ് സീറോ ആവും. സോ ആ സമയം കണ്ടെത്താൻ ഈ ഇക്വേഷനിൽ സീറോ കൊടുത്താൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നും ടൈം കണ്ടെത്താൻ പറ്റും. 2 ഇൻറ്റു 10 പവർ 5 t എന്ന് പറഞ്ഞത് 600 ആയി. സോ ടൈം എന്ന് പറഞ്ഞത് 600 ബൈ 2 ഇൻറ്റു 10 പവർ 3 ഇൻറ്റു 10 പവർ 2. 10 പവർ 2 600 ഈ രണ്ടും കട്ട് ചെയ്ത് പോയി. 6/2 3 ആയി. സോ 3 ഇൻറ്റു 10 പവർ മൈനസ് 3 സെക്കൻഡ്സ് എന്നായി. സോ അത് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇവിടെ 0 to 3 ഇൻറ്റു 10 പവർ മൈനസ് 3 സെക്കൻഡ്സ് ആണ് കൊടുക്കുന്നത്. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? 600 t. സോ അതിൽ നമ്മൾ എന്താക്കാം? t 0 to 3 ഇൻറ്റു 10 പവർ മൈനസ് 3 വരെ മൈനസ് 2 ഇൻറ്റു 10 പവർ 5 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2. ആ 2ഉം ഈ 2ഉം കട്ട് ചെയ്ത് പോയി. സോ അവിടെയും നമ്മൾ എന്ത് പറയും? 0 to 3 ഇൻറ്റു 10 പവർ മൈനസ് 3 വരെ കഴിക്കും. നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? 600 മൾട്ടിപ്ലൈഡ് ബൈ 3 ഇൻറ്റു 10 പവർ മൈനസ് 3 മൈനസ് 10 പവർ 5 ഇൻറ്റു 3നെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 ആയി ഇൻറ്റു
10⁻³ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁻6 ആയി. സോ നമുക്ക് ഇവിടെ കിട്ടും 6 × 3 18 × 10⁻⁻1 എന്നായി. ഇവിടെ 9 × 10⁻⁻1 എന്നായി. സോ 18 - 9 എന്ന് പറയുന്നത് 9 ആണ്. സോ 9 × 10⁻⁻1 എന്ന് പറഞ്ഞാൽ 0.9 ആണ്. സോ ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്നായതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ന് പറയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതാണ് ഇമ്പൾസ്, ഇതാണ് ഇമ്പൾസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇമ്പൾസ് എന്താണ്? 0.9 ന്യൂട്ടൺ സെക്കൻഡ് ആണ് നമ്മൾ കണ്ടെത്തി. സോ ഒന്ന് സമ്മറൈസ് ചെയ്യാം, നമുക്ക് ഫോഴ്സും ടൈമും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ച് തന്നത്, നമുക്ക് ഇമ്പൾസ് ആണ് ചോദിച്ചത്. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻ്റമാണ്. സോ ചേഞ്ച് ഇൻ മൊമെൻ്റം കാണണം എന്നുള്ള കാര്യം. പക്ഷെ എല്ലാവർക്കും നിന്ന് പോകുന്ന ഒരു പ്രശ്നം എന്താണ്? ഈ ടൈം കാണാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം ആ ടൈം കാണാൻ ചില ആൾക്കാർ കുറേ പ്രോബ്ലം ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ അവർ ക്വസ്റ്റ്യൻ തന്നെ കാണും, ഫോഴ്സ് 0 എന്ന് കാണുമ്പോൾ തന്നെ അവരെന്താകും, നേരെ ഇക്വേഷനിൽ 0 ഇട്ട് കൊടുക്കും, എന്നിട്ട് ടൈം കണ്ടെത്തും, എന്നിട്ട് ഈ ടൈം ഇവിടെ ഇട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് ചെയ്താൽ ഇത് കിട്ടുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബാരൽ എക്സിറ്റ് ചെയ്യുന്നവരെയാണ് മൊമെൻ്റം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാരൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻ്റം ചേഞ്ച് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോഴ്സ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഗണ്ണ്, ഒരു ബുള്ളറ്റ്, 10 ഗ്രാം ബുള്ളറ്റ് ഫയർ ചെയ്തിരിക്കുകയാണ്. സോ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ പാടെ ഈ ബുള്ളറ്റിന്റെ സ്പീഡ് 50 m/s ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് ബൈ ഹാൻഡ് ടു മെയിൻറ്റെയിൻ ഗൺ അറ്റ് ഇറ്റ്സ് പൊസിഷൻ ഈസ് 100 ന്യൂട്ടൺ. ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അറ്റ് ഇറ്റ്സ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ 100 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത് ഹാൻഡ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ് ഫയർ ചെയ്തത്? അതായത് ക്യാപിറ്റൽ N/T ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടൈം ശ്രദ്ധിക്കണം, പെർ മിനിറ്റിൽ എത്ര ബുള്ളറ്റ്സ് ഫയർ ചെയ്തു എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. സോ നിങ്ങൾ എന്താക്കാം, ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്കാം. ഇത് ഹോംവർക്കാണ്. ഇതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് v. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ പാർട്ടിക്കിൾ ഇൻ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. സോ ഒരു പാർട്ടിക്കിൾ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഒരു സർക്കുലർ പാത്തിൽ കൂടെ പോവുകയാണ്. റേഡിയസ് r ആണ്. അങ്ങനെയാണ് അതിൻ്റെ മേലെയുള്ള ആവറേജ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ സർക്കുലർ പാത്തിൽ പോകുന്ന പാർട്ടിക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ NCERT എക്സസൈസിൽ നോക്കിയാൽ കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്തത്. സോ നമുക്ക് അറിയാം, ഇവിടെ ആവറേജ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ M/T × വെക്ടർ v - വെക്ടർ u നമുക്ക് എഴുതാൻ പറ്റും. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ M/T × മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ v - വെക്ടർ u എന്ന് പറഞ്ഞാൽ മതി. സോ ഇവിടെ F ആവറേജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ v - വെക്ടർ u എത്രയാണ് വരിക? സോ നമുക്കറിയാം, ഇവിടെ വെക്ടർ u ഉണ്ടെന്ന് വിചാരിക്കാം. പാർട്ടിക്കിൾ ഇങ്ങനെ പോവാണ്. സോ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ u ഉണ്ട്. ഇവിടെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ v ഉണ്ട്. സോ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, സർക്കുലർ മോഷൻ പഠിച്ച ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് അറിയാം, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ വെക്ടർ യുവിൻ്റെയും വെക്ടർ വിൻ്റെ ഇടയിലുള്ള ആംഗിളും തീറ്റ തന്നെയാണ്. സോ വെക്ടർ യുവിൻ്റെ വെക്ടർ വിൻ്റെ ആംഗിൾ തീറ്റയാണ്. എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ യു? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ യു എന്ന് പറഞ്ഞാൽ v ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ v എന്ന് പറഞ്ഞാലും v ആണ്. കാരണം ഇത് കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാം? ഇവിടെ a = b ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ a - വെക്ടർ b എന്ന് പറയുന്നത് 2a sin θ/2 ആണ്. സോ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ v - വെക്ടർ u എന്ന് പറയുന്നത് 2u sin θ/2 ആണ്. 2u അല്ല, സോറി 2v. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് v ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ M/T × 2v sin θ/2 എന്ന് പറയാം. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2mv sin θ/2 ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് വേറെ വിധത്തിൽ എഴുതാൻ പറ്റുമോ? പറ്റും അല്ലേ? നമുക്കൊരു തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്.
ഈ ലെങ്ത് നമ്മൾ L ആണെന്ന് പറയാണ്. ഈ ലെങ്ത് L ആണെന്ന് പറയാണ്. ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് R ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും പഠിച്ച കാര്യമാണ് L ഈസ് ഈക്വൽ ടു R തീറ്റ. സോ ഇതൊരു ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിസ്റ്റൻസ് ആണ്. സോ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും, R ഇൻറ്റു തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ നമുക്കിവിടെ ടൈം എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. സോ ടൈം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ടൈം എന്ന് പറയുന്നത് ഇവിടെ R തീറ്റ ബൈ സ്പീഡ് എത്രയാണ്, V. സോ അത് നമ്മളിവിടെ എഴുതാണ് R തീറ്റ ബൈ V. സോ നമുക്കത് എന്ത് കിട്ടും, ഇങ്ങനെയൊക്കെ കുഴപ്പമില്ല വിചാരിക്കുകയാണ്. ഇത് സംഭവം ഇത് തന്നെയാണ്. ഇത് V മേലോട്ട് പോയി, അപ്പോൾ mv² ആയി. 2 ഈ 2 താഴത്തേക്ക് കൊണ്ടുവന്നു. സോ തീറ്റ ബൈ 2 ആയി. ബാക്കി അങ്ങനെ തന്നെ ഉണ്ട്, mv² ബൈ R ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 ബൈ തീറ്റ ബൈ 2. ഇങ്ങനെ ആലോചിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ സർക്കുലർ പാത്തിൽ പഠിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളോട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഒരു 90 ഡിഗ്രിയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ നമ്മൾ എന്ത് പറയും, ഇവിടെ 45 സൈൻ 45 ബൈ 45 എന്ന് വരും ഈ ഇക്വേഷനിൽ. അതേപോലെ ഫുൾ റൊട്ടേഷൻ ആണെങ്കിൽ എന്താവും, ഫുൾ റൊട്ടേഷൻ ആണെങ്കിൽ ഇവിടെ സൈൻ 360 ബൈ 2, അതായത് സൈൻ 180. 180ൻ്റെ റേഡിയൻ എത്രയാവും, പൈ മാറി. പക്ഷേ സൈൻ 180 എത്രയാണ്, 0 ആണ്. സോ ഈ ഉത്തരം എന്താവും, 0 ആവും. സോ ആവറേജ് ഫോഴ്സ് ഫുൾ റൊട്ടേഷനിൽ 0 ആവും. കാരണം എന്തായിരിക്കും, നിങ്ങളോട് നോക്കാം. ആവറേജ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, m/t ഇൻറ്റു വെക്ടർ v മൈനസ് വെക്ടർ u അല്ലേ. വെക്ടർ വിയും വെക്ടർ യും ഈക്വൽ ആവില്ലേ. ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ വെക്ടർ v തിരിച്ച് ഇവിടെ തന്നെ എത്തില്ലേ. അപ്പോൾ വെക്ടർ യും വെക്ടർ വിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയി. സോ വെക്ടർ v മൈനസ് വെക്ടർ u എന്താവും, 0 ആവും. സോ അതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താവും, 0 ആവും. ക്ലിയർ ആയത് വിജയിക്കണം. സോ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Find average force applied on particle moving from A to D if it is moving with the constant speed. സോ ഒരു പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് സ്പീഡിൽ എ നിന്നും ഡിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. സോ എ ടു ബി കോൺസ്റ്റന്റ് സ്പീഡാണ്, ബി ടു സി കോൺസ്റ്റന്റ് സ്പീഡാണ്, സി ടു ഡി കോൺസ്റ്റന്റ് സ്പീഡാണ്. ഇവിടെ ഒരു റേഡിയസ് R തന്നിട്ടുണ്ട്. ഇതൊരു സെമി സർക്കുലർ പാത്താണ്. സോ ഇതിൻ്റെ മേലെ, ഈ പാർട്ടിക്കിളിൻ്റെ മേലെ ഉള്ള ആവറേജ് ഫോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആവറേജ് ഫോഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് M ഇൻറ്റു വെക്ടർ V മൈനസ് വെക്ടർ U ബൈ ടൈം ഡെൽറ്റ. ഇങ്ങനെയാണ് ആവറേജ് ഫോഴ്സ്. സോ എന്തുകൊണ്ടാണ് ഇവർ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയാൻ കാരണം, അതാണ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവറേജ് ആണ് ഈ ഇക്വേഷൻ. സോ എക്സ്റ്റേണൽ ആകുന്നത് കൊണ്ടാണ് നമ്മളോട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, പുറത്തുനിന്നും കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നതാണ് അപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ്. സോ നമുക്കറിയാം എ മുതൽ ബി വരെ ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്. അതൊരു v സ്പീഡാണെന്ന് വിചാരിച്ചോ. സോ ഇവിടെ എ ടു ബിയിലെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടോ, ഇല്ല. സോ ഞാനിവിടെ ഇതാണ് എ ടു ബി വെക്ടർ v മൈനസ് വെക്ടർ u ഈസ് ഈക്വൽ ടു 0. എ മുതൽ ബി വരെ വെലോസിറ്റി ചേഞ്ച് ഇല്ല. വെലോസിറ്റി എന്ന് പറയുമ്പോൾ സ്പീഡ് പ്ലസ് ഡയറക്ഷൻ ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ സ്പീഡ് മാറിയിട്ടില്ല, ഈ വെലോസിറ്റിന്റെ ഡയറക്ഷനും മാറിയിട്ടില്ല. സോ അതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് 0 ആണ്. അതിനുശേഷം നമുക്ക് ബി ടു സിന്റെ കാര്യം നോക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പാത്ത് ഇങ്ങനെയാണെങ്കിൽ ആ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് വെലോസിറ്റി ഡയറക്ഷൻ. ഇവിടെ എത്തുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഇവിടെ എത്തുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. സോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എ ടു ബി സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എല്ലാം എ ഇങ്ങനെ ആയിട്ടുണ്ടാവും. പക്ഷെ ഡി ടു സിയിലാവുന്ന സമയത്ത് ഇവിടെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെയാവും. സോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ വെലോസിറ്റി ചേഞ്ച് ഉണ്ട്. സോ ഇവിടെ വെക്ടർ v മൈനസ് വെക്ടർ u 0 അല്ല. ഇനി സി ടു ഡിയിൽ നിങ്ങൾ നോക്കി നോക്ക്. സി ടു ഡിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്. സോ ഇവിടെ സ്പീഡ് മാറുന്നുണ്ടോ, ഇല്ല. ഡയറക്ഷൻ മാറുന്നുണ്ടോ, ഇല്ല. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് പ്ലസ് ഡയറക്ഷൻ. സ്പീഡും മാറുന്നില്ല, ഡയറക്ഷനും മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് 0 ആണ്. സോ വെക്ടർ v മൈനസ് വെക്ടർ u എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ വെക്ടർ v മൈനസ് വെക്ടർ u 0 ആയി കഴിഞ്ഞാൽ ആവറേജ് ഫോഴ്സ് എ ടു ബി അതെന്താവും, 0 ആവും. അതേപോലെ ഇവിടെയും ആവറേജ് ഫോഴ്സ് സി ടു ഡി എന്താവും,
0 ആവും. കാരണം എന്താണ്, വെലോസിറ്റി ചേഞ്ച് 0 ആണ്. സോ ആവറേജ് ഫോഴ്സ് ഉണ്ടാവും 0 ആവും. m/Δt × 0. സോ ഇവിടെ മാത്രമാണ് ഫോഴ്സ് ഉള്ളത്. സോ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? വെക്ടർ എഫ് ആവറേജ് ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ആവറേജ് എ ടു ബി പ്ലസ് വെക്ടർ എഫ് ആവറേജ് ബി ടു സി പ്ലസ് വെക്ടർ എഫ് ആവറേജ് സി ടു ഡി. ഇതിൽ ഈ രണ്ടാൾക്കാരും 0 ആയി കഴിഞ്ഞു. ഇനി ആരാ ബാക്കിയുള്ളത്? വെക്ടർ എഫ് ആവറേജ് ബി ടു സി മാത്രമാണ് ബാക്കിയുള്ളത്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. എഫ് ആവറേജ് ഈസി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ് ചോദിച്ചത്. സോ എഫ് ആവറേജ് ബി ടു സി കണ്ടു കഴിഞ്ഞാൽ സംഭവം കിട്ടി. സോ നിങ്ങൾ നോക്കാം, ബി ടു സി എന്ന് പറഞ്ഞത് ഒരു സെമി സർക്കുലർ പാത്താണ്. സോ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. അതിന്റെ ഇക്വേഷൻ എന്താണ്? mv²/r മൾട്ടിപ്ലൈഡ് ബൈ സൈൻ θ/2. തീറ്റ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് പൈ ആണ്. 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ആണ്. സോ π/2 ഡിവൈഡ് ബൈ π/2, അതായത് mv²/r ഇൻറ്റു 1/π/2. ഈ π/2ന്റെ ഈ 2 മേലോട്ട് കൊണ്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ 2/π എന്ന് എഴുതാം. സോ ചുരുക്കി പറഞ്ഞാൽ 2mv²/πr ആണ് ഇവിടെ ആവറേജ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ശ്രദ്ധിക്കുക, ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞു. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് ഫോഴ്സ് എന്നാണ്. സോ നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലെക്ചർ കുറച്ച് ലെങ്തി ആവുന്നത്. എഫ് ആവറേജിൻ്റെ ഒരു വീഡിയോ കൂടി വരാനുണ്ട്. നിങ്ങൾ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. നിങ്ങൾ NCERT എക്സസൈസസ് സോൾവ് ചെയ്യാം. NCERT എക്സസൈസ് തന്നെ സോൾവ് ചെയ്താൽ ഈ ലെക്ചർ കേൾക്കാൻ NCERT എക്സസൈസ് സോൾവ് ചെയ്യാം എന്ന് ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് നീറ്റായാലും JEE മെയിൻ ആണെങ്കിലും നല്ല മാർക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും NIT ഫിസിക്സിൻ്റെ കാരണം നിങ്ങൾക്ക് പോവില്ല. അതേപോലെ നീറ്റാണെങ്കിൽ ഇതും പിന്നെ നല്ല മാർക്ക് നീറ്റ് പ്രത്യേകിച്ച് വേണം. അതുകൊണ്ട് ഇതും പഠിക്കാം, പിന്നെ കുറേ ക്വസ്റ്റ്യൻസും ചെയ്യാം. നല്ല മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആവുമ്പോൾ ആവറേജ് ഫോഴ്സ് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.